പകൽ 11 മണി. സൂര്യൻ ഉച്ചയിലല്ല, പക്ഷെ ഉച്ചയുടെ കാഠിന്യത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരുന്നു. നാഷണൽ ഹൈവേ 47 ടാറിട്ട പാതയിൽ വെയിലിന് കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമുണ്ടായിരുന്നു. രാജൻ തന്റെ 12 ചക്രമുള്ള ഭീമൻ കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സ്റ്റിയറിംഗിലെ ഗണപതി രൂപത്തിൽ വെറുതെ ഒന്ന് തൊട്ടു. എയർ കണ്ടീഷണറിന്റെ നേർത്ത മൂളൽ മാത്രം. പുറത്തെ ചൂടറിഞ്ഞില്ലെങ്കിലും രാജന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. കാരണം ഭാരമാണ്. കഴിഞ്ഞ 7 വർഷമായി ഈ പണി തുടങ്ങിയിട്ട് പലതരം ഭാരങ്ങൾ ഈ വണ്ടി വലിച്ചിട്ടുണ്ട്. മെഷീനുകൾ, രാസവസ്തുക്കൾ, കയറ്റുമതി ചെയ്യാനുള്ള പാക്കറ്റുകൾ. പക്ഷേ ഇന്നത്തെ ഈ ഭാരത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്തോ ജീവനുള്ള ഒരു വസ്തുവിനെ പോലുള്ളൊരു ഭാരം. അത് വണ്ടിയുടെ സന്തുലിതാവസ്ഥയെ ഇടയ്ക്കിടെ പരീക്ഷിക്കുന്നത് പോലെ. ഒരു പഴയ തറവാട് പൊളിച്ചതാണ്. മരവുരുപ്പിടികളും ഓടും കല്ലും. ഒന്നും പേടിക്കാനില്ല, നേരെ കോയമ്പത്തൂർ യാർഡിലെത്തിച്ചാൽ മാത്രം മതി, ലോഡ് തന്ന മുതലാളി അലക്ഷ്യമായി പറഞ്ഞിരുന്നു. രാജൻ കണ്ടെയ്നറിന്റെ ഭീമാകാരമായ ലോഹവാതിലുകളിലേക്ക് നോക്കി. അത് സീൽ ചെയ്തിരിക്കുകയായിരുന്നു. കടും നീല നിറത്തിലുള്ള കണ്ടെയ്നറിന്റെ വശങ്ങളിൽ വെയിൽ തട്ടി പ്രതിഫലിച്ചു. മുതലാളി പറഞ്ഞപ്പോൾ തന്നെ രാജൻ ഒരു പന്തികേട് മണത്തിരുന്നു. തറവാട് പൊളിച്ച സാധനങ്ങൾ കൊണ്ടുപോകാൻ എന്തിനാണ് ഇങ്ങനെ കാർഗോ കണ്ടെയ്നർ? ഒരു സാധാരണ ടർപോളിൻ കിട്ടിയ ലോറി പോരെ. ഇതൊരു പ്രത്യേക തറവാടായിരുന്നു. ചില സാധനങ്ങൾ പുറംലോകം കാണാതെ പോകണം, അത്രയുള്ളൂ. മുതലാളി ചിരിച്ചു. ആ ചിരിയെന്തോ രാജന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഹൈവേയിലേക്ക് കയറിയപ്പോൾ തന്നെ അത് അനുഭവപ്പെട്ടു. ഭാരം പ്രതീക്ഷിച്ചതിലും എത്രയോ ഇരട്ടി. എഞ്ചിൻ മുരണ്ടു. സാധാരണ കയറ്റങ്ങൾ കയറുന്ന അനായാസത വണ്ടിക്കുണ്ടായിരുന്നില്ല. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. വിജനമായൊരു പാതയിലൂടെയാണ് വണ്ടി പോകുന്നത്. ഇരുവശത്തും ഉണങ്ങിത്തുടങ്ങിയ റബ്ബർ മരങ്ങൾ. രാജൻ തൻ്റെ ചെറിയ ക്യാബിനിൽ തനിച്ചാണ്. അയാൾ വെറുതെ റേഡിയോ ഓൺ ചെയ്തു. പഴയൊരു തമിഴ് പാട്ട്. അപ്പോഴാണ് അതാദ്യമായി കേട്ടത്. വളരെ നേർത്തൊരു ശബ്ദം, ലോഡിനകത്ത് തട്ടുന്ന പോലെ. രാജൻ റേഡിയോയുടെ ശബ്ദം കുറച്ചു. ക്യാബിനിലെ AC-യുടെ മൂളൽ മാത്രം. തോന്നിയതാവും. പഴയ മരക്കഷ്ണങ്ങൾ ഇളകിയതാവും. അയാൾ വീണ്ടും റേഡിയോയിൽ ശ്രദ്ധിച്ചു. പാട്ട് നിന്നിരിക്കുന്നു. നേർത്ത സ്റ്റാറ്റിക് നോയ്സ് മാത്രം. ചാനൽ കിട്ടുന്നില്ലായിരിക്കും, രാജൻ ചിന്തിച്ചു. ശ്രീയേ. രാജൻ ഞെട്ടി. സ്റ്റാറ്റിക് നോയ്സിനിടയിലൂടെ വളരെ വ്യക്തമായി ഒരു സ്ത്രീയുടെ നേർത്ത സ്വരം. ഒരു പാട്ടിൻ്റെ വരി പോലെ. അയാൾ വെപ്രാളത്തിൽ റേഡിയോ ഓഫ് ചെയ്തു. ക്യാബിനുള്ളിൽ ഭീകരമായ നിശബ്ദത. കാവേ. വീണ്ടും ശബ്ദം. ഇത്തവണ റേഡിയോയിൽ നിന്നല്ല, തൊട്ടുപിന്നിൽ നിന്ന്. തൻ്റെ സീറ്റിൻ്റെ പുറകിലെ ഗ്ലാസ് ഭിത്തിക്കപ്പുറം കണ്ടെയ്നറിൻ്റെ തണുത്ത ലോഹത്തിനുള്ളിൽ നിന്ന്. അതൊരു പാട്ടായിരുന്നില്ല, അതൊരു തേങ്ങലായിരുന്നു. രാജൻ വണ്ടി നിർത്തിയില്ല. നിർത്താൻ ധൈര്യം വന്നില്ല എന്നതാണ് സത്യം. പകൽ വെളിച്ചത്തിൽ തിരക്കുള്ള റോഡിൽ വെച്ച് എന്ത് പ്രേതം, എന്ത് പിശാച്? അയാൾ സ്വയം ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു. എഞ്ചിൻ്റെ ശബ്ദമാവും, അല്ലെങ്കിൽ കാറ്റടിക്കുന്നതിൻ്റെ. അയാൾ റിയർവ്യൂ മിററിലൂടെ പിന്നിലെ കണ്ടെയ്നറിലേക്ക് നോക്കി. വെയിലിൽ തിളങ്ങുന്ന നീല ലോഹപ്പെട്ടി. അതിന് അനക്കമൊന്നുമില്ല. യാത്ര തുടർന്നു. മനസ്സിനെ മാറ്റാൻ അയാൾ വീട്ടുകാരെക്കുറിച്ച് ഓർക്കാൻ ശ്രമിച്ചു. മകളുടെ ചിരി, ഭാര്യയുടെ പരിഭവങ്ങൾ. പക്ഷേ മനസ്സ് വീണ്ടും ആ ശബ്ദത്തിലേക്ക് വഴുതി വീണു. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു കാണും. മറ്റൊരു കാര്യം അയാൾ ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു ഗന്ധം. AC ഓൺ ആയതുകൊണ്ട് പുറത്തു നിന്നുള്ള മണമൊന്നും ക്യാബിനിലേക്ക് വരാൻ സാധ്യതയില്ല. ഡീസലിൻ്റെയോ പുകയുടെയോ ടയർ കരിഞ്ഞതിൻ്റെയോ മണമല്ല. ഇത് പച്ചക്കർപ്പൂരത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ഗന്ധമാണ്. വളരെ വ്യക്തം. ആരോ ഒരു പിടി മുല്ലപ്പൂവും കർപ്പൂരവും ക്യാബിനുള്ളിൽ വിതറിയതുപോലെ രൂക്ഷമായ ഗന്ധം. അമ്പലങ്ങളിൽ പൂജയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന മണം. രാജൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഈ മണം എവിടെ നിന്ന് വരുന്നു? അയാൾ AC-യുടെ വെന്റിലേക്ക് നോക്കി. അല്ല, അവിടെ നിന്നല്ല. ഗന്ധം ശക്തി കൂടി വന്നു. അതവന് ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. അയാൾക്ക് തല കറങ്ങുന്നതുപോലെ. വണ്ടി പാളിപ്പോകുമോ എന്ന് ഭയന്ന് അയാൾ ഗിയർ മാറ്റി വേഗത കുറച്ചു. ദൈവമേ, അയാൾ അറിയാതെ വിളിച്ചുപോയി. പെട്ടെന്ന് ആ ഗന്ധം നിന്നു. ഒരു നിമിഷം മുമ്പ് വരെ ക്യാബിനിൽ നിറച്ച ആ തീവ്രമായ പൂജാഗന്ധം പൂർണ്ണമായും അപ്രത്യക്ഷമായി. പകരം മറ്റൊരു മണം ആ സ്ഥാനം പിടിച്ചു. രാജന്റെ ശരീരം മരവിച്ചു. അയാൾക്ക് ആ മണം നല്ല പരിചയമുണ്ടായിരുന്നു. പണ്ട് ഒരു ആക്സിഡന്റ് കേസിൽപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ മണം. പഴകിയ രക്തത്തിൻ്റെയും അഴുകിത്തുടങ്ങിയ മാംസത്തിൻ്റെയും ഓക്കാനം വരുത്തുന്ന ഗന്ധം. അയാൾ വെപ്രാളത്തിൽ ക്യാബിനിൻ്റെ ഗ്ലാസ് താഴ്ത്തി. പുറത്തെ ചുട്ടുപൊള്ളുന്ന കാറ്റ് അകത്തേക്ക് ഇരച്ചു കയറി. ആ കാറ്റിൽ പൊടിയുടെയും പുകയുടെയും മണം കലർന്നിരുന്നു. പക്ഷേ അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് ആ അഴുകിയ ഗന്ധം ക്യാബിനുള്ളിൽ തങ്ങി നിന്നു. അത് പുറത്തുനിന്നല്ല വരുന്നത്, അകത്തുനിന്നാണ്. ഈ ക്യാബിനുള്ളിൽ അവനോടൊപ്പം ആ ഗന്ധമുണ്ട്. അയാൾക്ക് ശ്വാസം കിട്ടാതെയായി. വണ്ടി ഒരു വശത്തേക്ക് ഒതുക്കി നിർത്താൻ അയാൾ തീരുമാനിച്ചു. ബ്രേക്കിൽ കാലമർത്താൻ തുടങ്ങിയതും അയാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു.
യാത്ര തുടങ്ങുമ്പോൾ ഡാഷ്ബോർഡിൽ വെച്ചതായിരുന്നു. അയാൾ ഫോൺ എടുത്തു. ഒരു അജ്ഞാത നമ്പർ. രാജൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുതലയ്ക്കൽ ആരുമില്ല. നിശബ്ദത. ഹലോ, ആരാ? രാജൻ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. അതിനും മറുപടിയില്ല. ഫോൺ കട്ട് ചെയ്യാൻ അയാൾ വിരലുയർത്തിയതും മറുതലയ്ക്കൽ ഒരു ശബ്ദം കേട്ടു. ഒരു കുഞ്ഞിൻ്റെ ചിരി. കിലുക്കാൻ പെട്ടി കിലുങ്ങുന്നത് പോലെയുള്ള ഒരു കൊഞ്ചൽ ചിരി. രാജൻ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റാതെ തരിച്ചു നിന്നു. ചിരി പതിയെ തേങ്ങലായി മാറി. പിന്നെ അതൊരു നിലവിളിയായി വളർന്നു. എന്നെ തുറന്നു വിടൂ. അത് ആ കുഞ്ഞിൻ്റെ ശബ്ദമായിരുന്നില്ല. അത് ആദ്യം കേട്ട സ്ത്രീയുടെ ശബ്ദമായിരുന്നു. പക്ഷെ അത് ഫോണിലൂടെയല്ല വരുന്നത്. അത് വരുന്നത് വലതുവശത്തെ ഡോറിൻ്റെ സ്പീക്കറിൽ നിന്നാണ്. ഫോണുമായി ബന്ധമില്ലാത്ത സ്പീക്കറിൽ നിന്ന്. രാജൻ ഭയന്ന് ഫോൺ വലിച്ചെറിഞ്ഞു. അത് പാസഞ്ചർ സീറ്റിൽ ചെന്ന് വീണു. അയാൾ വലതുവശത്തെ ഡോറിലേക്ക് ഭയത്തോടെ നോക്കി. സ്പീക്കർ നിശബ്ദമാണ്. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു. നിർത്തിയാൽ ശരിയാവില്ല. എങ്ങനെയെങ്കിലും ഈ നശിച്ച സാധനം യാർഡിലെത്തിക്കണം. അയാൾ പാസഞ്ചർ സീറ്റിൽ വീണ് കിടക്കുന്ന ഫോണിലേക്ക് നോക്കി. അതിൻ്റെ സ്ക്രീൻ ഇരുണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൾ കട്ടായിരിക്കുന്നു. അപ്പോഴാണ് രാജൻ അത് കണ്ടത്. പാസഞ്ചർ സീറ്റിൻ്റെ കുഷ്യൻ. അതിൻ്റെ മധ്യഭാഗം ചെറുതായി കുഴിഞ്ഞിരിക്കുന്നു. അത്രയൊന്നും ഭാരമില്ലാത്ത, എന്നാൽ വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളുടെ ഭാരം താങ്ങിയതുപോലെ. ആരോ അവിടെ ഇരുന്നതുപോലെ. പകൽ ചൂടിന് കാഠിന്യം കൂടിയിരിക്കുന്നു. സമയം ഉച്ചയോടടുക്കുന്നു. രാജൻ സ്റ്റിയറിങ്ങുകൾ മുറുകെ പിടിച്ചിരുന്നു. കണ്ണുകൾ റോഡിൽ ഉറപ്പിച്ചിരിക്കുകയായിരുന്നെങ്കിലും മനസ്സ് മുഴുവൻ തൊട്ടടുത്ത ഒഴിഞ്ഞ സീറ്റിലായിരുന്നു. ആ കുഷ്യനിലെ കുഴിവ് ഇപ്പോഴും അവിടെയുണ്ട്. അയാൾക്ക് വല്ലാത്ത ദാഹം തോന്നി. ഡാഷ്ബോർഡിൽ വെച്ചിരുന്ന വെള്ളക്കുപ്പി എടുക്കാൻ കൈ നീട്ടിയതും വണ്ടി ഒന്നുലഞ്ഞു. ഒരു ചെറിയ ഉലച്ചിലല്ല, ഭീമാകാരമായ കണ്ടെയ്നർ മുഴുവനായും ഇടത്തോട്ടും വലത്തോട്ടും ആടി ഉലയുന്നത് പോലെ. 20 ടണ്ണിലധികം ഭാരമുള്ള ഒരു വസ്തു ഒരു പന്ത് തട്ടുന്നത് പോലെ അതിൻ്റെ സ്ഥാനം മാറുകയാണ്. ഭഗവാനേ! രാജൻ അലറി വിളിച്ചു. ലോറിയുടെ നിയന്ത്രണം വിട്ട് റോഡിൻ്റെ വലതുവശത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. എതിരെ വന്ന ഒരു കാർ ഡ്രൈവർ ഭയന്ന് വെട്ടിച്ച് റോഡരികിലെ മണ്ണിലേക്ക് ഇറക്കി നിർത്തി. രാജൻ സർവ്വശക്തിയുമെടുത്ത് സ്റ്റിയറിംഗ് എതിർദിശയിലേക്ക് തിരിച്ചു. ടയറുകൾ ടാറിലുരഞ്ഞ് കരിഞ്ഞ മണമുയർന്നു. രാജൻ ഒരുവിധം വണ്ടി നേരെയാക്കി. റോഡിൻ്റെ നടുവിൽ തന്നെ അത് നിന്നു. എഞ്ചിൻ ഓഫായിട്ടില്ല. രാജൻ കിതച്ചു. അയാളുടെ നെഞ്ച് പടപടാമിടിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ടയർ പൊട്ടിയതാണോ? അയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കാൽപാദം പൊള്ളുന്നതുപോലെ തോന്നി. അയാൾ വണ്ടിയുടെ എല്ലാ ടയറുകളും ഓടി നടന്നു പരിശോധിച്ചു. ഇല്ല, ഒന്നിനും ഒരു കുഴപ്പവുമില്ല. പിന്നെങ്ങനെ? തറവാട് പൊളിച്ച സാധനങ്ങൾ. ഒരു മരക്കഷ്ണമോ കല്ലോ ഇളകിയാൽ ഇത്രയും ഭാരമുള്ള ഒരു വണ്ടി ഇങ്ങനെ ആടിയുലയില്ല, ഉറപ്പാണ്. കണ്ടെയ്നറിൻ്റെ പിന്നിലെ സീൽ ചെയ്ത വാതിലിലേക്ക് അയാൾ നോക്കി. അകത്ത് എന്തോ ജീവനുള്ള ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അല്ലെങ്കിൽ ഒരു ഭീമാകാരമായ കാന്തം കൊണ്ട് ആരോ വണ്ടിയെ വശങ്ങളിലേക്ക് വലിച്ചതുപോലെ. അയാൾ ഭയത്തോടെ കണ്ടെയ്നറിൻ്റെ ലോഹഭിത്തിയോട് ചേർന്ന് നിന്നു. അതിൽ കാതുവെച്ചു. ചൂടായ ലോഹത്തിൽ ചെവി പൊള്ളി. ഉള്ളിൽ നിന്നൊരു ശബ്ദവും കേൾക്കുന്നില്ല. അയാൾ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. പെട്ടെന്ന് അയാളുടെ ചെവിക്ക് തൊട്ടരികിൽ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം, ഒരു ലോഹക്കൊളുത്ത് തുറക്കുന്നത് പോലെ. രാജൻ ഞെട്ടി പിന്നോട്ട് മാറി. അയാൾ ആ വാതിലിലേക്ക് കണ്ണു നട്ടു നിന്നു. അതനങ്ങുന്നില്ല. സീൽ പൊട്ടിയിട്ടില്ല. തോന്നിയതായിരിക്കും. അയാൾ തിരികെ ക്യാബിനിലേക്ക് നടന്നു. വണ്ടിയിൽ കയറി ഡോർ വലിച്ചടച്ചു. യാത്ര തുടരണം, എത്രയും പെട്ടെന്ന്. അയാൾ കീ തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഒരിക്കൽ കൂടി. ഇല്ല, ബാറ്ററി പോയതുപോലെ. പക്ഷേ AC-യും ലൈറ്റും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അയാൾ വീണ്ടും കീ തിരിച്ചു. എഞ്ചിനൊന്ന് മുരളുക പോലും ചെയ്യുന്നില്ല. വിജനമായ റോഡിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആ ഭീമൻ ലോറിക്കുള്ളിൽ രാജൻ തനിച്ചായി. അയാൾ നിസ്സഹായനായി സ്റ്റിയറിംഗിലേക്ക് തല ചായ്ച്ചിരുന്നു. അപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത്. മുമ്പിലെ വലിയ വിൻഷീൽഡിൽ, അതിൻ്റെ ഉപരിതലത്തിൽ, ഉള്ളിൽ നിന്നല്ല പുറത്തുനിന്ന് ഒരു കൈപ്പത്തി പതിഞ്ഞിരിക്കുന്നു. 5 വിരലുകൾ വ്യക്തമായി കാണാം. അത്ഭുതമെന്തെന്നാൽ അതൊരു കൈപ്പത്തിയുടെ അടയാളം മാത്രമായിരുന്നില്ല. ആ വിൻഷീൽഡിൻ്റെ ഗ്ലാസിൽ ആരോ അപ്പുറത്തുനിന്ന് അമർത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഗ്ലാസ് ആ ഭാഗത്ത് മാത്രം അകത്തേക്ക് ചെറുതായി കുഴിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ കുട്ടിയുടെ കൈപ്പത്തി. അത് അപ്രത്യക്ഷമാകുന്നില്ല. അത് അവിടെ തന്നെയുണ്ട്. വണ്ടിയുടെ പുറത്ത് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആകാശത്തു നിന്ന് ആ ഗ്ലാസിൽ ആരോ അമർത്തിപ്പിടിച്ചിരിക്കുന്നു. രാജൻ്റെ ശ്വാസം നിലച്ചുപോയിരുന്നു. അയാൾക്ക് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആകാശത്ത് ക്യാബിന് മുകളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കൈപ്പത്തി തൻ്റെ വിൻഷീൽഡിൽ അമർന്നിരിക്കുന്നു. ഗ്ലാസ് അകത്തേക്ക് വലിയുന്നു. അതൊരു അടയാളമല്ല, ഒരു സാന്നിധ്യമാണ്. അയാൾ അലറി വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല.
അയാൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. ഡോർ ഹാൻഡിൽ അനങ്ങുന്നില്ല, അത് ലോക്കായിരിക്കുന്നു. സെൻട്രൽ ലോക്കിൻ്റെ ബട്ടൺ അയാൾ ആഞ്ഞമർത്തി. ഒരു പ്രതികരണവുമില്ല. വണ്ടി പൂർണ്ണമായും നിശ്ചലമായി. ആ കൈപ്പത്തി ഗ്ലാസ്സിലൂടെ താഴേക്ക് നിരങ്ങാൻ തുടങ്ങി. ഉണങ്ങിയ തൊലി ഗ്ലാസ്സിൽ ഉരസുന്നത് പോലൊരു ശബ്ദം. അത് താഴേക്ക് നീങ്ങി വൈപ്പറിന് മുകളിൽ വന്ന പ്രത്യക്ഷമായി. രാജൻ ഭയന്ന് സീറ്റിലേക്ക് ചുരുണ്ടു. അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഗണപതി ഭഗവാനേ, കാക്കണേ. കുറച്ചു നേരം ഒന്നും സംഭവിച്ചില്ല. അയാൾ പതുക്കെ കണ്ണു തുറന്നു. വിൻഷീൽഡ് വ്യക്തമാണ്. അവിടെ കൈപ്പത്തിയില്ല. ഗ്ലാസ് സാധാരണ നിലയിലാണ്. എല്ലാം തോന്നലായിരുന്നോ? ഈ ചൂടത്ത് തനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണോ? അയാൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഒന്നുകൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു നോക്കാം. അയാൾ കീ തിരിച്ചു. ഇത്തവണ എഞ്ചിൻ ജീവൻ വെച്ചു. ആ ഭീമൻ യന്ത്രം മുരണ്ടു. രാജന് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അയാൾ വേഗം ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുത്തു. നിർത്തിയിടത്തു നിന്ന് വണ്ടി നീങ്ങിത്തുടങ്ങി. പോവുക, എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. വണ്ടിയുടെ വേഗത കൂടുന്നതിനനുസരിച്ച് രാജൻ്റെ ആത്മവിശ്വാസം തിരിച്ചു വന്നു. ഒന്നുമില്ല, എല്ലാം തൻ്റെ തോന്നലുകളാണ്. ഉറക്കക്കുറവും ഈ ഭാരമേറിയ ലോഡും കാരണം തൻ്റെ മനസ്സ് കളിക്കുന്ന കളികൾ. പിന്നിൽ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്നറിയാൻ അയാൾ വലതുവശത്തെ സൈഡ് മിററിലേക്ക് നോക്കി. മിററിൽ പിന്നിലെ റോഡ് വ്യക്തമായി കാണാം. പക്ഷേ മിററിൻ്റെ അറ്റത്ത് തൻ്റെ ക്യാബിനോട് ചേർന്ന് ഒരാൾ നിൽക്കുന്നു. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 50 കിലോമീറ്ററിലധികം വേഗതയുണ്ട്. പക്ഷേ ആ രൂപം അതവിടെ തന്നെയുണ്ട്. വണ്ടിയുടെ വാതിൽക്കൽ പുറത്തെ ഫുഡ് സ്റ്റെപ്പിൽ കാറ്റിൽ മുടിയഴിച്ചിട്ട് ഒരാൾ നിൽക്കുന്നു. അതൊരു സ്ത്രീയാണ്. രാജൻ്റെ രക്തം മരവിച്ചുപോയി. അയാൾക്ക് മുഖം വ്യക്തമായിരുന്നില്ല. പക്ഷെ ആ സ്ത്രീയുടെ സാരിത്തുമ്പ് കാറ്റിൽ പറക്കുന്നത് അയാൾ കണ്ടു. കടും ചുവപ്പ് നിറമുള്ള സാരി. അയാൾ ബ്രേക്കിൽ കാൽ ചവിട്ടിയില്ല. ചവിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അയാൾക്ക് ഭയമായിരുന്നു. അയാൾ ഇടതുവശത്തെ മിററിലേക്ക് നോക്കി. ഇല്ല, അവിടെ ആരുമില്ല. വീണ്ടും വലതുവശത്തെ മിററിലേക്ക്. ആ രൂപം ഇപ്പോഴും അവിടെയുണ്ട്. അവർ പതുക്കെ തല തിരിക്കുകയാണ്, തൻ്റെ നേരെ നോക്കാൻ. വേണ്ട, നോക്കരുത്, അങ്ങോട്ട് നോക്കരുത്, രാജൻ സ്വയം പറഞ്ഞു. അയാൾ കണ്ണുകൾ റോഡിൽ ഉറപ്പിച്ചു. സ്റ്റിയറിങ്ങിൽ കൈകൾ വിറച്ചു. അരുത്, അരുത്, അയാൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലതുവശത്തെ വിൻഡോ ഗ്ലാസിൽ ആരോ ആഞ്ഞടിച്ച ശബ്ദം. രാജൻ ഞെട്ടി അങ്ങോട്ട് തിരിഞ്ഞു. ഗ്ലാസിനപ്പുറം ഒരു വിരൽ പാടകലത്തിൽ ആ സ്ത്രീയുടെ മുഖം. കണ്ണുകളുണ്ടായിരിക്കേണ്ട കുഴികളിൽ നിന്ന് രക്തമൊലിച്ചിറങ്ങുന്നു. വാ പിളർന്നിരിക്കുന്നു. അഴുകിയ പല്ലുകൾക്കിടയിലൂടെ അവർ അയാളെ നോക്കി അലറുകയാണ്. ആ ശബ്ദം രാജൻ കേട്ടില്ല. പക്ഷേ ആ രൂപം. രാജൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അയാൾ സ്റ്റിയറിംഗ് ഇടത്തേക്ക് വെട്ടിച്ചു. ലോറി റോഡിൽ നിന്ന് തെന്നി മാറി. അയാൾ വലതുവശത്തെ ഗ്ലാസ്സിലേക്ക് നോക്കി. ആ രൂപം അപ്രത്യക്ഷമായിരിക്കുന്നു. വണ്ടി നേരെയാക്കാൻ അയാൾ ശ്രമിച്ചതും അത് വീണ്ടും സംഭവിച്ചു. കണ്ടെയ്നറിനുള്ളിലെ ഭാരം മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് വണ്ടിയുടെ വലതുവശത്തേക്ക് പൂർണ്ണമായി നീങ്ങി. ഇത്തവണ രാജന് ഒന്നും ചെയ്യാനായില്ല. വലിയൊരു ശബ്ദത്തോടെ ഭീമൻ ലോറി അതിൻ്റെ വലതുവശത്തേക്ക് മറിഞ്ഞു. ടാറിട്ട റോഡിൽ ലോഹമുരയുന്ന ഭീമാകാരമായ ശബ്ദം. രാജൻ സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് അയാൾ തൂങ്ങി തന്നെ കിടന്നു. അയാളുടെ തല സ്റ്റിയറിംഗിൽ ഇടിച്ചു മുറിഞ്ഞു. ക്യാബിൻ മുഴുവൻ തകർന്നിരുന്നു. മുൻപിലെ ഗ്ലാസ് പൊട്ടിച്ചിതറി. പകൽ വെളിച്ചത്തിൽ റോഡിനു കുറുകെ ഒരു ഭീമൻ തിമിംഗലം പോലെ ആ കണ്ടെയ്നർ ലോറി നിശ്ചലമായി കിടന്നു. എല്ലാം നിശബ്ദമായി. രാജൻ്റെ ചെവിയിൽ മൂളൽ മാത്രം. അയാൾക്ക് ബോധം മറയുകയായിരുന്നു. അവസാനമായി അയാൾ കണ്ടെയ്നറിൻ്റെ ദിശയിലേക്ക് നോക്കി. ലോറി മറിഞ്ഞ ആഘാതത്തിൽ കണ്ടെയ്നറിൻ്റെ സീൽ ചെയ്ത വാതിലുകൾ പൊളിഞ്ഞുപോയിരുന്നു. അത് മലർക്കെ തുറന്നു കിടക്കുകയാണ്. ഉള്ളിൽ കൂരിരുട്ട്. ആ ഇരുട്ടിൽ നിന്ന് 2 ചെറിയ ചുവന്ന ബിന്ദുക്കൾ തന്നെ നോക്കുന്നത് അയാൾ കണ്ടു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ അല്ലെങ്കിൽ എന്തോ പതുക്കെ പുറത്തേക്ക് ഇഴഞ്ഞു വരികയായിരുന്നു. സമയം ഉച്ചയ്ക്ക് 1 കഴിഞ്ഞിരിക്കണം. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഹൈവേയിലെ ടാർ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. രാജൻ്റെ ലോകം തലകീഴായി മറിഞ്ഞിരുന്നു. അയാളുടെ തലയിൽ നിന്ന് രക്തം ഇറ്റിറ്റ് ഇപ്പോൾ സീലിംഗായി മാറിയ ഡോർ ഗ്ലാസിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് അയാളുടെ നെഞ്ചിൽ വലിഞ്ഞു മുറുകി ശ്വാസം മുട്ടിച്ചു. തകർന്ന ക്യാബിനിലൂടെ പൊടിയും ഡീസലിൻ്റെ രൂക്ഷഗന്ധവും അരിച്ചിറങ്ങി. പക്ഷേ ആ ഗന്ധത്തെയെല്ലാം കീഴടക്കി മറ്റൊന്ന്. ആ പഴയ ഗന്ധം. അഴുകിയ മാംസവും പച്ചക്കർപ്പൂരവും കലർന്ന മണം ക്യാബിനിലേക്ക് ഇരച്ചു കയറി. അത് വരുന്നത് തുറന്നു കിടക്കുന്ന കണ്ടെയ്നറിൻ്റെ വായിൽ നിന്നാണ്. രാജൻ വേദന കടിച്ചമർത്തി തലയുയർത്തി നോക്കി. ആദ്യം കണ്ട ആ ചുവന്ന ബിന്ദുക്കൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതൊരു മൃഗമായിരുന്നില്ല, മനുഷ്യനുമായിരുന്നില്ല. കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വന്നത് അതായിരുന്നു. ഒരു വലിയ കറുത്ത മരത്തൂണ്. ഒരു പഴയ തറവാടിൻ്റെ മുഖപ്പിലെ തൂണുപോലെ.
അതിൽ നിറയെ കൊത്തുപണികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മുഴുവൻ കറുത്ത വഴുവഴുപ്പുള്ള ഒരു ദ്രാവകത്തിൽ പൊതിഞ്ഞിരുന്നു. ആ തൂണ് തനിയെ ടാറിട്ട റോഡിലൂടെ നിരങ്ങുകയാണ്. അല്ല, അതിനെ എന്തോ ഒന്ന് വലിച്ചുകൊണ്ടുവരികയാണ്. രാജൻ കണ്ണുകൾ ഇറുക്കിയടച്ച് വീണ്ടും തുറന്നു. കാഴ്ച മങ്ങുന്നുണ്ട്. കണ്ടെയ്നറിൻ്റെ ഇരുട്ടിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഓടിൻ കഷ്ണങ്ങൾ, ദ്രവിച്ച തടികൾ, ജനൽപ്പാളികൾ. പക്ഷെ അവയെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കറുത്ത വേരുകൾ പോലെ എന്തോ ഒന്ന് അവയെ കോർത്തിണക്കി ഒരു ഭീമാകാരമായ രൂപം സൃഷ്ടിക്കുകയായിരുന്നു. അവൻ ഈ വണ്ടിയിൽ കൊണ്ടുവന്ന ഭാരം മുഴുവൻ ഇപ്പോൾ ജീവൻ വെച്ച് ഒരൊറ്റ ശരീരമായി മാറുകയാണ്. ദൈവമേ, എന്നെ കാത്തോണേ! രാജൻ വിറച്ചു. അയാൾ സീറ്റ് ബെൽറ്റിൻ്റെ ചുവന്ന ബക്കിളിൽ അമർത്തി. ഒറ്റ വലിക്ക് അത് തുറന്നു. രാജൻ തലകീഴായി പാസഞ്ചർ സീറ്റിൻ്റെ ഡോറിലേക്ക് വീണു. അപ്പോൾ അതായിരുന്നു നിലം. അയാളുടെ ഇടതുകാലിന് മുകളിൽ എന്തോ ഭാരമുള്ളത് വീണ് കിടപ്പുണ്ട്. ഡാഷ്ബോർഡിൻ്റെ ഒരു ഭാഗം. അയാൾ അലറി വിളിച്ചു. കാലനക്കാൻ പറ്റുന്നില്ല. താൻ കുടുങ്ങിയിരിക്കുന്നു. പെട്ടെന്നൊരു ശബ്ദം വളരെ അടുത്തുനിന്ന്. രാജൻ തകർന്ന വിൻഷീൽഡിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കി. ആ രൂപം ഇപ്പോൾ ലോറിയുടെ ക്യാബിന് തൊട്ടടുത്തെത്തിയിരിക്കുന്നു. അത് ഏകദേശം 10 അടിയോളമുള്ള ഒരു കൂനയായിരുന്നു. പൊളിഞ്ഞ തറവാടിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ശരീരം. അതിൻ്റെ മധ്യഭാഗത്ത് ആ കറുത്ത വേരുകൾക്കിടയിൽ ഒരു നിഴൽ രൂപം പോലെ ഒരു സ്ത്രീരൂപം കാണാമായിരുന്നു. അവൾക്ക് വ്യക്തമായൊരു ശരീരമുണ്ടായിരുന്നില്ല. മറിച്ച് ഇരുട്ടും പൊടിയും വേരുകളും കൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിമ പോലെ. അവളുടെ ചുവന്ന കണ്ണുകൾ രാജൻ്റെ നേരെയായിരുന്നു. അവൾ തന്നെ കാണുന്നുണ്ട്. അവൾ ആ മരത്തൂൺ ഉയർത്തി. അതായിരുന്നു അതിൻ്റെ കൈ. ആ ഭീമൻ തൂണ് തകർന്ന ക്യാബിന് മുകളിലേക്ക് ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നതുപോലെ ഉയർന്നു നിന്നു. രാജൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. തൻ്റെ അന്ത്യം അയാൾ ഉറപ്പിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അയാൾ പതിയെ കണ്ണു തുറന്നു. ആ രൂപം അനങ്ങാതെ നിൽക്കുകയാണ്. ഉയർത്തിയ തൂണ് താഴ്ത്തിയിട്ടില്ല. അതിൻ്റെ തല എന്ന് തോന്നിക്കുന്ന നിഴൽ രൂപം പതുക്കെ തിരിഞ്ഞു. അത് ക്യാബിനിൽ നിന്ന് മാറി ദൂരെ ഹൈവേയിലേക്ക് നോക്കി. അയാൾ വന്ന ദിശയിലേക്ക്. അത് എന്തോ കാത്തിരിക്കുകയാണ്. രാജനെയല്ല അതിനു വേണ്ടത്. അതിൻ്റെ യഥാർത്ഥ ശത്രു അയാളായിരുന്നില്ല. രാജൻ്റെ ശ്വാസം നേരെ വീണു. ആ ഭീകരരൂപം തൽക്കാലത്തേക്ക് അയാളെ അവഗണിച്ചിരുന്നു. പക്ഷെ ഭയം മാറിയില്ല. തൻ്റെ തൊട്ടപ്പുറത്ത് പകൽ വെളിച്ചത്തിൽ ഒരു തറവാട് മുഴുവൻ ജീവൻ വെച്ച് നിൽക്കുകയാണ്. തൻ്റെ കാലനക്കാൻ പറ്റുന്നില്ല. ഡാഷ്ബോർഡിൻ്റെ കഷ്ണം മാറ്റിയാലേ രക്ഷപ്പെടാൻ സാധിക്കൂ. അയാൾ സർവ്വശക്തിയുമെടുത്ത് അതിൽ ആഞ്ഞു തള്ളി. കാലിലെ എല്ലു നുറുങ്ങുന്ന വേദന അയാൾക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ആ കഷ്ണം ചെറുതായൊന്ന് നീങ്ങി. ഒരിക്കൽ കൂടി അയാൾ പല്ല് ഞെരിച്ചുകൊണ്ട് ആഞ്ഞു തള്ളി. അതോടെ അത് നീങ്ങി മാറി. കാല് സ്വതന്ത്രമായി. പക്ഷേ ഇടതുകാലിന് അതിശക്തമായ വേദന. എല്ല് പൊട്ടിയിട്ടുണ്ടാകണം. അനങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ കിടന്നാൽ അത് തിരിഞ്ഞാൽ തൻ്റെ കഥ കഴിഞ്ഞു. വേദന മറക്കണം. ജീവൻ രക്ഷിക്കണം. അയാൾ കൈകൾ കുത്തി തകർന്ന ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് നിരങ്ങി നീങ്ങാൻ ശ്രമിച്ചു. പൊട്ടിയ ഗ്ലാസ് ചില്ലുകൾ കൈവെള്ളയിൽ ആഴ്ന്നിറങ്ങി. അയാൾ പുറത്തെത്തി. ചുട്ടുപൊള്ളുന്ന ടാറിലേക്ക്. റോഡിൽ കിടന്നുകൊണ്ട് അയാൾ ആ രൂപത്തെ നോക്കി. അതയാളെ ശ്രദ്ധിക്കുന്നേയില്ല. അത് പതുക്കെ താൻ വന്ന വഴിയെ ഹൈവേയിലൂടെ തിരികെ നടക്കാൻ തുടങ്ങി. മരവും കല്ലും ടാറിൽ ഉരസുന്ന ശബ്ദം ഹൈവേയിൽ മുഴങ്ങി. രാജൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അത് പോവുകയാണ്. താൻ രക്ഷപ്പെട്ടു. അയാൾ ആശ്വാസത്തോടെ നിലത്ത് മലർന്നു കിടന്ന ആകാശത്തേക്ക് നോക്കി. സൂര്യൻ കണ്ണിലേക്ക് കുത്തിയിറങ്ങി. പെട്ടെന്ന് പുതിയൊരു ശബ്ദം. വെടിപൊട്ടുന്നത് പോലെ. അല്ല, വലിയൊരു ചുറ്റിക കൊണ്ട് എന്തോ തല്ലിപ്പൊളിക്കുന്ന ശബ്ദം. രാജൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആ രൂപം തിരികെ പോവുകയായിരുന്നില്ല. അത് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പിന്നിലേക്ക് മാറിയതാണ്. ഇപ്പോൾ അത് ഹൈവേയുടെ മധ്യത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. അത് കണ്ടെയ്നറിൽ അവശേഷിച്ചിരുന്ന മര ഉരുപ്പിടികൾ ഒന്നൊന്നായി പുറത്തേക്ക് വലിച്ചിടുകയാണ്. വലിയ ജനൽ ചട്ടക്കൂടുകൾ, വാതിലുകൾ, മച്ചിലെ തടികൾ. അതാ സാധനങ്ങൾ ഹൈവേയുടെ നടുവിൽ ഒന്നിനു മുകളിൽ ഒന്നായി വയ്ക്കാൻ തുടങ്ങി. ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് പോലെ. അല്ല, അതൊരു തടസ്സമായിരുന്നില്ല. രാജൻ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. ആ രൂപം, ആ തറവാട്, അത് സ്വയം പുനർനിർമ്മിക്കുകയാണ്. ഹൈവേയുടെ മധ്യത്തിൽ ആ പഴയ തറവാടിൻ്റെ പടിപ്പുര അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. 2 വലിയ തൂണുകൾ അത് കുത്തി നിർത്തി. അതിനു മുകളിൽ ഒരു ദ്രവിച്ച മരത്തിൻ്റെ കഷ്ണം വെച്ചു. പകൽ വെളിച്ചത്തിൽ നടക്കുന്ന ഏറ്റവും അവിശ്വസനീയമായ ഭയാനകമായ ഒരു നിർമ്മാണ പ്രവർത്തനം. ആ സ്ത്രീരൂപം, ആ നിഴൽ അതിൻ്റെ മധ്യത്തിൽ നിന്ന് എല്ലാത്തിനെയും നിയന്ത്രിച്ചു. കറുത്ത വേരുകൾ പശ പോലെ പ്രവർത്തിച്ചു. രാജന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇവിടെ കിടന്നാൽ ശരിയാവില്ല. അയാൾ വലതുകാൽ നിലത്തൂന്നി കൈകളിൽ ഭാരം കൊടുത്ത് നിരങ്ങി നീങ്ങാൻ തുടങ്ങി. റോഡിൻ്റെ അരികിലുള്ള ഉണങ്ങിത്തുടങ്ങിയ റബ്ബർ മരങ്ങൾക്കിടയിലെ ആ കാനയാണ് ലക്ഷ്യം.
അവിടെ ഒളിക്കാം. ഓരോ ഇഞ്ചും നരകയാതനയായിരുന്നു. ചുട്ടുപൊള്ളുന്ന ടാർ കൈകാലുകളെ പൊള്ളിച്ചു. അയാൾ ഒരുവിധം കാനയിലെത്തി. ഉണങ്ങിയ ഇലകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി. അവിടെ ഇരുന്ന് അയാൾ ഹൈവേയിലേക്ക് നോക്കി. ഏകദേശം പകുതിയോളം പണി കഴിഞ്ഞിരിക്കുന്നു. റോഡിനു കുറുകെ വിചിത്രമായ ദ്രവിച്ച ഒരു നിർമ്മിതി ഉയർന്നിരിക്കുന്നു. അതിൻ്റെ മുകളിൽ കണ്ടെയ്നറിൽ നിന്ന് കിട്ടിയ ഒരു മരപ്പലക ആ രൂപം സ്ഥാപിച്ചു. രാജൻ ദൂരെ നിന്നെങ്കിലും അതിലെ കൊത്തുപണി കണ്ടു. അതൊരു പേരായിരുന്നു, ശ്രീ കാവേശ്വരം, ആ തറവാടിൻ്റെ പേര്. ആ രൂപം ഇപ്പോൾ ആ പടിപ്പുരയുടെ നടുവിൽ നിശ്ചലമായി നിൽക്കുകയാണ്. ആ സ്ത്രീയുടെ നിഴൽ രൂപം കൈകൾ വിരിച്ചു പിടിച്ചിരിക്കുന്നു. അവൾ കാത്തിരിക്കുകയാണ്, ആരെയോ അല്ലെങ്കിൽ എന്തിനെയോ. പെട്ടെന്ന് രാജൻ്റെ ചെവിയിൽ ആ ശബ്ദം വീണ്ടും മുഴങ്ങി. വളരെ ദൂരെ നിന്ന്, താൻ വന്ന അതേ ദിശയിൽ നിന്ന് ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ. അത് തൻ്റെ ലോറിയുടെ എഞ്ചിൻ്റെ ശബ്ദമല്ല, അത് അടുത്തേക്ക് വരികയാണ് അതിവേഗത്തിൽ. രാജൻ കണ്ണുകൾ വിടർത്തി നോക്കി. ദൂരെ ഹൈവേയുടെ വളവ് തിരിഞ്ഞ് ഒരു വാഹനം വരുന്നത് അയാൾ കണ്ടു. അതൊരു ലോറിയല്ല, ഒരു കറുത്ത ജീപ്പ്. ജീപ്പ് അതിവേഗം പാഞ്ഞു വരികയാണ്. അത് അപകടം നടന്ന സ്ഥലത്തേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഹൈവേയിൽ പണിതുയർത്തിയ ആ വിചിത്രമായ പടിപ്പുരയിലേക്ക്, അതിൻ്റെ നടുവിൽ കൈവിരിച്ച് നിൽക്കുന്ന ആ ഭീകര രൂപത്തിലേക്ക്. ആ രൂപം ജീപ്പിനെ കണ്ടു. അതിൻ്റെ നിഴൽ പോലുള്ള തല ഉയർന്നു. രാജൻ ചെവി പൊത്തിപ്പോയി. കാരണം ആ രൂപം അലറി വിളിച്ചു. അതൊരു സ്ത്രീയുടെ നിലവിളിയായിരുന്നില്ല. അത് 1000 മരങ്ങൾ ഒരേ സമയം പിളരുന്നത് പോലത്തെ കാതടപ്പിക്കുന്ന ഒരു ഗർജനമായിരുന്നു. ആ ശബ്ദത്തിൽ ഹൈവേ മുഴുവൻ പ്രകമ്പനം കൊണ്ടു. ആ കറുത്ത ജീപ്പ് ഒരു നിമിഷം നിന്നു. പിന്നെ അത് വേഗത കൂട്ടി. നേരെ ആ പടിപ്പുരയിലേക്ക് ഇടിച്ചു കയറാൻ പാഞ്ഞെടുത്തു. കറുത്ത ജീപ്പ് ഒരു കാട്ടുപോത്തിനെ പോലെ പാഞ്ഞു വന്നു. സ്റ്റിയറിംഗിലിരിക്കുന്ന ആളെ രാജന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഗ്ലാസുകൾ ഇരുണ്ടതായിരുന്നു. എന്നാൽ ശ്രീകാവേശ്വരത്തിൻ്റെ പടിപ്പുരയിൽ നിന്ന് ആ രൂപം തയ്യാറെടുത്തിരുന്നു. ജീപ്പ് ഇടിച്ചു കയറാൻ വെറും 100 അടി ദൂരെയുള്ളപ്പോൾ ആ രൂപം അതിൻ്റെ മരത്തൂണു കൊണ്ടുള്ള കൈ നിലത്തേക്ക് ആഞ്ഞടിച്ചു. ഹൈവേയുടെ ടാർ ഇളകിത്തെറിച്ചു. ജീപ്പിന് തൊട്ടു മുന്നിൽ റോഡ് 2ആയി പിളർന്ന് ഒരു വലിയ കുഴി രൂപപ്പെട്ടു. ജീപ്പ് ഡ്രൈവർ അവസാന നിമിഷം വെട്ടിച്ചു. വണ്ടി നിയന്ത്രണം വിട്ട് റോഡിൽ വട്ടം കറങ്ങി. രാജൻ ഒളിച്ചിരുന്ന കാനയ്ക്ക് വെറും 50 അടി മാത്രം അകലെയായി അത് വന്ന് നിന്നു. എഞ്ചിൻ ഓഫായില്ല. അത് മുരണ്ടുകൊണ്ട് നിന്നു. ഹൈവേയിൽ ഇപ്പോൾ 3 കാര്യങ്ങളാണുള്ളത്. ഒരു വശത്ത് തകർന്ന കണ്ടെയ്നർ ലോറി, നടുവിൽ ആ ഭീകരമായ ജീവനുള്ള തറവാട്, മറുവശത്ത് കറുത്ത ജീപ്പ്. അവർക്കിടയിൽ കാനയിൽ മരണഭയത്തോടെ രാജനും. ജീപ്പിൻ്റെ ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തിറങ്ങി. രാജൻ ഞെട്ടിപ്പോയി. അത് തൻ്റെ മുതലാളിയായിരുന്നു, ലോഡ് തന്നുവിട്ട അതേ മനുഷ്യൻ. പക്ഷെ അയാളുടെ ഭാവം അലക്ഷ്യമായിരുന്നില്ല, അത് ക്രൂരവും നിശ്ചയദാർഢ്യമുള്ളതുമായിരുന്നു. അയാളുടെ കയ്യിൽ വെള്ളിയിൽ തീർത്ത ഒരു പിടിയുള്ള നീളമുള്ള വടിയുണ്ടായിരുന്നു. അടങ്ങ് കാവേരി, നിന്നെ ഞാൻ പൂട്ടിയതാണ്. ഇനിയും അടങ്ങിയില്ലെങ്കിൽ ഞാൻ നിന്നെ ഭസ്മമാക്കും. അയാളുടെ ശബ്ദം ഒരു അമ്പലത്തിൻ്റെ വെളിച്ചപ്പാടിൻ്റേതുപോലെ ഉച്ചത്തിലായിരുന്നു. പടിപ്പുരയിൽ നിന്ന് ആ നിഴൽ രൂപം ഒന്ന് വിറച്ചു. അതിൻ്റെ ഗർജനം ഒരു തേങ്ങലായി മാറി. ദ്രോഹി, ഒരു സ്ത്രീയുടെ നേർത്ത ശബ്ദം കാറ്റിൽ നിന്നൊഴുകിയെത്തി. നിന്നെപ്പോലെ ഒരു ദുർദേവതയെ പൂട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, മുതലാളി ആക്രോശിച്ചു. എത്ര പേരെ നീ എൻ്റെ തറവാട്ടിൽ നിന്ന് തിന്നു? എൻ്റെ അച്ഛനെ, എൻ്റെ മുത്തശ്ശനെ, എൻ്റെ മകനെ. നിന്നെ കോയമ്പത്തൂരിലെ ആ പഴയ ചിതയിൽ ദഹിപ്പിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ഈ വിഡ്ഢി ഡ്രൈവർ. മുതലാളി രാജൻ കിടക്കുന്ന ദിശയിലേക്ക് നോക്കി. രാജൻ ശ്വാസം അടക്കി പിടിച്ചു. അവൻ വണ്ടി നിർത്തി. അവൻ നിനക്ക് ശക്തി തന്നു, മുതലാളി തുടർന്നു. ഇപ്പോൾ നീ പുറത്തിറങ്ങി, പക്ഷേ നിനക്ക് പൂർണ്ണ ശക്തിയില്ല. നിന്റെ ആണി അതിപ്പോഴും എൻ്റെ കയ്യിലാണ്. മുതലാളി തൻ്റെ കയ്യിലെ വെള്ളിവടി ഉയർത്തി. അതിൻ്റെ അറ്റത്ത് തിളങ്ങുന്ന നീല നിറത്തിലുള്ള ഒരു കല്ല് പതിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും കാവേരി എന്ന് വിളിക്കപ്പെട്ട ആ രൂപം അലറി വിളിച്ചു. അത് വേദന കൊണ്ടുള്ള നിലവിളിയായിരുന്നു. അതിൻ്റെ ശരീരം, ആ മരക്കഷ്ണങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. അതാണ് നിന്റെ ജീവൻ, ഈ തറവാടിൻ്റെ ആണിക്കല്ല്. ഇത് ഞാൻ നശിപ്പിച്ചാൽ നീയുമില്ലാതാകും. തിരികെ ആ പെട്ടിയിലേക്ക് പോ. മുതലാളി ചിരിച്ചു. അയാൾ ജീപ്പിൽ നിന്ന് മറ്റെന്തോ ഒന്ന് പുറത്തെടുത്തു. ഒരു ചെറിയ തകരപ്പാത്രം. അയാൾ അത് തുറന്നു. അതിൽ നിന്ന് ഒരു വെളുത്ത പൊടി അയാൾ തൻ്റെ ചുറ്റും വിതറി, ഒരു രക്ഷാകവചം പോലെ. നീ ഇപ്പോൾ എന്തു ചെയ്യും കാവേരി? നിനക്കെന്നെ തൊടാനാവില്ല. ആ ഡ്രൈവറെ നിനക്ക് വേണ്ട. നിനക്ക് വേണ്ടത് ഈ ആണിക്കല്ലാണ്. അത് തകർത്ത് സ്വതന്ത്രയാവാൻ അല്ലേ? ആ രൂപം പടിപ്പുരയിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വന്നു. അത് മുതലാളിയുടെ അടുത്തേക്ക് നീങ്ങി. പക്ഷേ ആ വെളുത്ത പൊടി തീർത്ത വൃത്തത്തിനടുത്തെത്തിയപ്പോൾ അത് നിന്നു. അതിന് ആ വര മുറിച്ച് കടക്കാൻ സാധിക്കുന്നില്ല. അത് നിസ്സഹായതയോടെ ഗർജിച്ചു. മുതലാളി ചിരിച്ചു. ഇനി ഈ കളി തീർക്കാം.
അയാൾ തൻ്റെ ജീപ്പിൽ തിരികെ കയറി. അയാൾ ജീപ്പിനുള്ളിൽ നിന്ന് ഒരു ചെറിയ ഓടുകൊണ്ടുള്ള പാത്രമെടുത്തു. അതിലെന്തോ ദ്രാവകമുണ്ടായിരുന്നു. അയാൾ അത് ആ ആണിക്കല്ല് പതിച്ച വടിയിലൊഴിച്ചു. എന്നിട്ട് അയാൾ ഒരു ലൈറ്റർ എടുത്ത് അതിന് തീ കൊളുത്തി. ആ വെള്ളി വടിയുടെ അറ്റം ആ നീലക്കല്ല് ആളിക്കത്താൻ തുടങ്ങി. ഇല്ല, ഒരു സ്ത്രീയുടെ അലർച്ച രാജൻ കേട്ടു. അത് ആ രൂപത്തിൽ നിന്നല്ല വന്നത്, അത് തൻ്റെ തൊട്ടു പിന്നിൽ നിന്നാണ്. രാജൻ ഞെട്ടിത്തിരിഞ്ഞു. കാനയുടെ അപ്പുറത്ത് റബ്ബർ മരങ്ങൾക്കിടയിൽ കടും ചുവപ്പ് സാരിയുടുത്ത ആ സ്ത്രീരൂപം നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ ഉണ്ടായിരുന്ന കുഴിയിൽ നിന്ന് രക്തമൊഴുകുന്നു. അവൾ പടിപ്പുരയിൽ നിന്ന രൂപമായിരുന്നില്ല, അവൾ മറ്റൊന്നായിരുന്നു. അവൾ ആ രൂപത്തിൻ്റെ യഥാർത്ഥ ആത്മാവായിരുന്നു. ആ മരക്കൂന അതിൻ്റെ ഭൗതിക ശരീരം മാത്രമായിരുന്നു. ആ സ്ത്രീരൂപം രാജനെ നോക്കി. അവൾ പതുക്കെ അഴുകിയൊരു വിരൽ അവൻ്റെ നേരെ ചൂണ്ടി. മുതലാളി ആ സ്ത്രീയെ കണ്ടിരുന്നില്ല. അയാൾ ആളിക്കത്തുന്ന വടിയുമായി ജീപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആ മരക്കൂനയെ നശിപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് ആ സ്ത്രീരൂപം രാജനോട് സംസാരിച്ചത്. അവൾ വാ തുറന്നില്ല, പക്ഷെ അവളുടെ ശബ്ദം രാജൻ്റെ തലയ്ക്കുള്ളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. ആ ജീപ്പിൽ എൻ്റെ മകളുണ്ട്, അവളെ രക്ഷിക്കൂ. എനിക്ക് ആ വൃത്തം കടക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ അവളെയും കൊല്ലും. എന്നെ സഹായിക്കൂ. ആ കണ്ടെയ്നറിനുള്ളിൽ ഒരു താക്കോലുണ്ട്, ഒരു ചുവന്ന പെട്ടി. അത് കൊണ്ടുവന്നതാ. ഞാൻ നിന്നെ രക്ഷിക്കാം, അവളെയും. രാജൻ എന്തു ചെയ്യണമെന്നറിയാതെ മരവിച്ചു. ഒരു വശത്ത് ആളിക്കത്തുന്ന വടിയുമായി നിൽക്കുന്ന മുതലാളി, മറുവശത്ത് നശിപ്പിക്കപ്പെടാൻ പോകുന്ന ഭീകരരൂപം, തൊട്ടുപിന്നിൽ തന്നോട് സഹായം അഭ്യർത്ഥിക്കുന്ന മറ്റൊരു ആത്മാവ്. അയാൾ രണ്ട് ഭീകരമായ ശക്തികൾക്ക് നടുവിലായിരുന്നു. ആരുടെ പക്ഷം ചേരണം? ആരാണ് യഥാർത്ഥ പിശാച്? രാജൻ ആ കാനയിലെ ഇലകൾക്കിടയിൽ ശ്വാസമടക്കി പിടിച്ചു കടന്നു. അവൻ്റെ തലച്ചോറിനുള്ളിൽ ആ സ്ത്രീയുടെ ശബ്ദം ഒരു പ്രതിധ്വനി പോലെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. എൻ്റെ മകളെ രക്ഷിക്കൂ, ആ ജീപ്പിൽ അവളെയും കൊല്ലും, ആ കണ്ടെയ്നറിലെ ചുവന്ന പെട്ടി. രാജൻ ആ കറുത്ത ജീപ്പിലേക്ക് നോക്കി. അതിൻ്റെ ഇരുണ്ട ഗ്ലാസുകളിലൂടെ ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ സ്ത്രീ പറഞ്ഞത് സത്യമാണെങ്കിലോ? ഒരു നിസ്സഹായയായ കുഞ്ഞ് ആ കാറിനുള്ളിലുണ്ടെങ്കിലോ? പുറത്ത് ഹൈവേയിൽ കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. മുതലാളി തൻ്റെ കയ്യിലെ ആളിക്കത്തുന്ന വെള്ളിവടിയുമായി പതുക്കെ ആ പടിപ്പുരയ്ക്ക് നേരെ നടന്നു. അയാൾ ആ വെളുത്ത പൊടി വിതറിയ രക്ഷാവലയത്തിൻ്റെ അറ്റത്തായി നിന്നു. അവസാനമായി പറയുകയാണ് കാവേരി, അടങ്ങ്, അല്ലെങ്കിൽ ഈ ആണിക്കല്ല് ഞാൻ ഭസ്മമാക്കും. ഇത്തവണ നിനക്ക് പുനർജനിക്കാൻ പോലും ആവില്ല. ആ മരക്കൂന, ആ ശ്രീകാവേശ്വരം, തറവാടിൻ്റെ ഭൗതിക ശരീരം വേദനയോടെ പുളഞ്ഞു. ആ തീനാളങ്ങൾ അതിൻ്റെ ജീവനെയായിരുന്നു വലിച്ചെടുത്തിരുന്നത്. അതിൽ നിന്നുള്ള കറുത്ത വേരുകൾ ചൂടേറ്റ് കരിഞ്ഞു പിൻവലിഞ്ഞു. വേഗം പോ! ആത്മാവിൻ്റെ ശബ്ദം രാജൻ്റെ ചെവിയിൽ അലറി. അയാൾ കല്ല് നശിപ്പിച്ചാൽ എല്ലാം തീരും, എൻ്റെ മോളും. രാജൻ സ്വന്തം മകളുടെ മുഖം ഓർത്തു. താൻ എന്തായാലും മരിക്കും, ഒന്നുകിൽ ഇവിടെ രക്തം വാർന്ന്, അല്ലെങ്കിൽ ഈ ഭീകര സത്വങ്ങളുടെ കൈകൊണ്ട്. പക്ഷെ മരിക്കുന്നതിനു മുമ്പ് ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചാലോ? അയാൾ ഒരു തീരുമാനമെടുത്തു. ഞാൻ കൊണ്ടുവരാം. അയാൾ പുല്ലുകൾക്കിടയിലൂടെ ഞെരുങ്ങി. അവൻ്റെ മറുപടി ആ ആത്മാവ് കേട്ട പോലെ റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്ന് ആ ചുവന്ന സാരിയുടുത്ത രൂപം ഒന്ന് വിറച്ചു. അതിൻ്റെ രക്തമൊഴുകുന്ന കണ്ണുകൾ കൃതജ്ഞതയോടെ അവൻ്റെ നേരെ തിരിഞ്ഞു. രാജൻ തൻ്റെ സർവ്വശക്തിയുമെടുത്ത് കാനയിൽ നിന്ന് റോഡിലേക്ക് കൈകുത്തി ഉയർന്നു. അയാളുടെ ഇടതുകാൽ നിലത്തു കുത്താൻ കഴിഞ്ഞില്ല. അസഹനീയമായ വേദന. എല്ല് നുറുങ്ങിയിരിക്കുന്നു. അയാൾക്ക് ഓടാൻ കഴിയില്ല, ഇഴയാനേ സാധിക്കൂ. രാജൻ ചുട്ടുപൊള്ളുന്ന ടാറിലേക്ക് കമഴ്ന്നടിച്ചു വീണു. കൈമുട്ടുകളും കാൽമുട്ടുകളും നിലത്തൂന്നി ഒരു മുറിവേറ്റ മൃഗത്തെപ്പോലെ അയാൾ നിരങ്ങി നീങ്ങാൻ തുടങ്ങി. ലക്ഷ്യം റോഡിനു കുറുകെ മറിഞ്ഞു കിടക്കുന്ന തൻ്റെ കണ്ടെയ്നർ ലോറി. അത് ആത്മഹത്യാപരമായിരുന്നു. അയാളിപ്പോൾ ഹൈവേയുടെ മധ്യത്തിലാണ്. അയാളുടെ വലതുവശത്ത് ആണിക്കല്ലുമായി നിൽക്കുന്ന മുതലാളി, ഇടതുവശത്ത് വേദന കൊണ്ട് പുളയുന്ന ആ ഭീകരരൂപം. രണ്ടിനുമിടയിലൂടെയാണ് അയാളുടെ യാത്ര. കൈമുട്ടിലെ തൊലി ടാറിൽ ഉരഞ്ഞ് അടർന്നുപോയി. ചുട്ടുപഴുത്ത ദോശക്കല്ലിൽ വെച്ചതുപോലെ ദേഹം പൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ നിർത്തിയില്ല. അയാൾ ആ ഭീകരരൂപത്തിൻ്റെ പിന്നിലൂടെ ഇഴഞ്ഞു നീങ്ങി. ഭാഗ്യവശാൽ അതിൻ്റെ ശ്രദ്ധ മുഴുവൻ മുതലാളിയിലായിരുന്നു. മുതലാളിയുടെ ശ്രദ്ധ ആളിക്കത്തുന്ന വടിയിലും ആ രൂപത്തിലുമായിരുന്നു. അയാൾ ഉച്ചത്തിൽ എന്തോ മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ടായിരുന്നു. ആ ശബ്ദത്തിൽ രാജൻ്റെ ഞരക്കം മുങ്ങിപ്പോയി. ഓരോ ഇഞ്ചും ഒരു യുഗം പോലെ തോന്നി. വിയർപ്പും കണ്ണീരും രക്തവും ഒന്നിച്ചൊഴുകി അയാളുടെ കാഴ്ച മറച്ചു. അവളെൻ്റെ അവസാന പ്രതീക്ഷയാണ്. ആ തറവാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരേ ഒരു നിധി. ആത്മാവിൻ്റെ ശബ്ദം അയാളുടെ മനസ്സിൽ ഒരു താരാട്ട് പോലെ കലർന്നു. അത് അയാൾക്ക് മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകി. ഒടുവിൽ രാജൻ ലോറിയുടെ തകർന്ന മുൻവശത്തെത്തി.
അതിനു പിന്നിൽ മലർക്കെ തുറന്നു കിടക്കുന്ന കണ്ടെയ്നറിന്റെ കൂറ്റൻ വായ. രാജൻ തകർന്ന ക്യാബിനിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ വലിഞ്ഞ് കണ്ടെയ്നറിന്റെ വാതിൽക്കലെത്തി. അകത്തേക്ക് നോക്കിയപ്പോൾ അയാളുടെ ധൈര്യം ചോർന്നുപോയി. പകൽ വെളിച്ചം അതിനുള്ളിലേക്ക് കടന്നിരുന്നില്ല. ഉള്ള് കൂരിരുട്ടാണ്. ശ്വാസം മുട്ടിക്കുന്ന തണുപ്പ് അവിടെ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നു. മുല്ലപ്പൂവിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം ഇപ്പോൾ ഓക്കാനം വരുമാറ് രൂക്ഷമായിരിക്കുന്നു. അകത്ത് ആ ചന്ദനപ്പെട്ടി. ആത്മാവ് കിതച്ചുകൊണ്ട് പറഞ്ഞു. രാജൻ കണ്ണുകൾ ഇറുക്കിയടച്ച് ഗണപതിയെ വിളിച്ച് ആ ഇരുട്ടിലേക്ക് ഇഴഞ്ഞുകയറി. അകത്ത് കടന്നതും പുറത്തെ ലോകം നിശബ്ദമായി. മുതലാളിയുടെ മന്ത്രോച്ചാരണങ്ങളോ രൂപത്തിന്റെ ഗർജനമോ കേൾക്കുന്നില്ല. പകരം ഒരു വലിയ ഹൃദയം ഇടിക്കുന്നതുപോലെ തുടിപ്പ് മാത്രം. ഈ കണ്ടെയ്നർ ഇത് വെറും ഒരു ലോഹപ്പെട്ടിയല്ല, ഇതാ തറവാടിന്റെ ഗർഭപാത്രമായി മാറിയിരിക്കുന്നു. പതിയെ അവന്റെ കണ്ണുകൾ ഇരുട്ടുമായി പൊരുത്തപ്പെട്ടു. അകത്ത് പൊളിച്ച തടികളും കല്ലുകളും കുത്തി നിറച്ചിരിക്കുകയല്ല. അവയെല്ലാം ആ കറുത്ത വേരുകളാൽ ഭിത്തിയിൽ കോർത്തിണക്കി ഒരു ഭീമൻ കൂടാരം പോലെ രൂപപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ തൊട്ടുമുന്നിൽ കണ്ടെയ്നറിന്റെ സീലിംഗിൽ 100 കണക്കിന് ചെറിയ വെളുത്ത പുഴുക്കളെ പോലെയുള്ള രൂപങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവ ആ ഹൃദയമിടിപ്പിനനുസരിച്ച് ചെറുതായി വിറകൊണ്ടു. രാജൻ ഭയന്ന് നിലവിളിച്ചു പോയി. അപ്പോഴാണ് അവനത് കണ്ടത്. കണ്ടെയ്നറിന്റെ ഏറ്റവും ഉള്ളിലായി ഒരു ചെറിയ ആട്ടുകല്ലിന് മുകളിൽ ഒരു ചെറിയ ആൾത്താരയിലെന്ന പോലെ അത് വെച്ചിരിക്കുന്നു. ഒരു ചുവന്ന ചന്ദനപ്പെട്ടി. അതിനു ചുറ്റും ഉണങ്ങിയ മുല്ലപ്പൂക്കൾ വിതറിയിരിക്കുന്നു. രാജൻ സർവ്വശക്തിയുമെടുത്ത് അതിനടുത്തേക്ക് നിരങ്ങി. അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ ആ പെട്ടിയിൽ തൊട്ടു. അത് ഐസ് പോലെ തണുത്തിരുന്നു. അയാൾ അതെടുത്ത് തൻ്റെ മുഷിഞ്ഞ ഷർട്ടിനുള്ളിലേക്ക് തിരുകി. എന്നിട്ട് തിരികെ പുറത്തേക്ക് ഇഴയാൻ തുടങ്ങി. അതിജീവനത്തിനായുള്ള വെപ്രാളത്തിൽ അയാൾ വേഗത്തിൽ വാതിൽക്കലേക്ക് നിരങ്ങി. പുറത്തെ വെളിച്ചം ഒരു രക്ഷാമാർഗം പോലെ അയാളെ മാടി വിളിച്ചു. അയാൾ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് തലയിട്ടു. ചുട്ടുപൊള്ളുന്ന കാറ്റ് വീണ്ടും മുഖത്തടിച്ചു. പുറത്തെ ശബ്ദങ്ങൾ തിരിച്ചു വന്നു. താൻ പെട്ടി കൈക്കലാക്കി വിജയിച്ചിരിക്കുന്നു. അയാൾ തിരിഞ്ഞ് കാനെ ലക്ഷ്യമാക്കി ഇഴയാൻ തുടങ്ങിയതും ഒരു നിഴൽ അയാളെ മറച്ചു. രാജൻ പതുക്കെ തലയുയർത്തി നോക്കി. മുതലാളി. അയാൾ മന്ത്രോച്ചാരണം നിർത്തിയിരിക്കുന്നു. അയാളുടെ കത്തുന്ന വെള്ളിവടി താഴ്ത്തിപ്പിടിച്ചിരിക്കുന്നു. അയാൾ തൻ്റെ തൊട്ടുമുന്നിൽ നിൽക്കുകയാണ്. അയാളുടെ കണ്ണുകൾ രാജൻ്റെ ഷർട്ടിനുള്ളിലെ വീർപ്പിലേക്ക് തറച്ചിരുന്നു. വിഡ്ഢി, നീ എന്താണ് ഈ ചെയ്തതെന്നറിയാമോ? മുതലാളി ഉറക്കെ അലറി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ടല്ല, മറിച്ച് അതിതീവ്രമായ ഭയം കൊണ്ടാണ് വിറച്ചിരുന്നത്. അത് താക്കോലല്ല, അതാ തറവാടിൻ്റെ പൂട്ടാണ്. അത് തുറന്നാൽ എല്ലാം നശിക്കും. രാജൻ എന്തു ചെയ്യണമെന്നറിയാതെ നിശ്ചലനായി. അവളെ വിശ്വസിക്കരുത്. അവൾക്ക് മകളില്ല. അവൾ തിന്നതാണെൻ്റെ മകനെ. അവൾ നിന്നെയും തിന്നും, മുതലാളി ഉച്ചത്തിൽ പറഞ്ഞു. അതിങ്ങുതാ. ആത്മാവിൻ്റെ ശബ്ദം രാജൻ്റെ തലയിൽ മുഴങ്ങി. കൊടുക്കരുത്, മുതലാളി വീണ്ടും അലറി. റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്ന ആത്മാവ് ഇപ്പോൾ രക്ഷാവലയത്തിൻ്റെ അറ്റത്തു വന്ന് കൈ നീട്ടി നിൽക്കുകയാണ്. മുതലാളി രാജനെ പിടിക്കാനായി കൈ ഉയർത്തി. അതേസമയം പിന്നിൽ നിന്ന് ആ ഭീകരരൂപം, ആ മരക്കൂന തൻ്റെ നേർക്ക് ശ്രദ്ധ തിരിച്ചത് രാജൻ അറിഞ്ഞു. ആണിക്കല്ലിൻ്റെ ഭീഷണി മാറിയപ്പോൾ അതിൻ്റെ അടുത്ത ഇര താനാണ്. രാജൻ നടുവിലായി. ഒരു വശത്ത് തീയുമായി മുതലാളി, മറുവശത്ത് അവനെ കൊല്ലാൻ കാത്തിരിക്കുന്ന ആത്മാവ്, പിന്നിൽ അവനെ കൊല്ലാനായി തിരിഞ്ഞ ഭീകരരൂപം. അയാളുടെ കൈ ഷർട്ടിനുള്ളിലെ തണുത്ത പെട്ടിയിൽ മുറുകി. ആരെയാണ് വിശ്വസിക്കേണ്ടത്? രാജൻ്റെ തലച്ചോർ മരവിച്ചു. ഒരു വശത്ത് തൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന 1000 മരക്കഷ്ണങ്ങൾ ചേർന്ന ഒരു ഭീകരരൂപം, മറുവശത്ത് ആളിക്കത്തുന്ന വടിയുമായി നിൽക്കുന്ന തന്നെ വഞ്ചിച്ച മുതലാളി. തൊട്ടടുത്ത് ആ ചുവന്ന സാരിയുടുത്ത ആത്മാവ് തൻ്റെ നേരെ കൈ നീട്ടുന്നു. അതിങ്ങ് തരാൻ, ആത്മാവ് ഉറക്കെ അലറി. കൊടുക്കരുത്, മുതലാളി ഗർജിച്ചു. രണ്ടുപേരും പറയുന്നത് നുണയാണ്. രാജൻ അതറിയാമായിരുന്നു. പക്ഷേ ആരാണ് കൂടുതൽ അപകടകാരി? ആത്മാവിൻ്റെ ശബ്ദത്തിലെ ആ അഭ്യർത്ഥന, അതിലൊരു സത്യമുണ്ടെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. ആ മകൾ, ജീപ്പിലെ കുഞ്ഞ്, ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം, രാജൻ അലറി വിളിച്ചു. മുതലാളിയുടെ മുഖം ഭയത്തിൽ വിളറി. വിഡ്ഢി, അവിടെ അങ്ങനെ ഒന്നുമില്ല. അവനെ തടയൂ, ആത്മാവ് ഭീകര രൂപത്തോട് ആജ്ഞാപിച്ചു. ആ മരക്കൂന, ശ്രീകാവേശ്വരം, അതിൻ്റെ ഭീമൻ മരത്തൂണ് രാജൻ്റെ നേരെ വീശി. അരുതേ, എന്നെ കൊല്ലരുതേ, രാജൻ നിലവിളിച്ചു. അത്ഭുതകരമായി ആ തൂണ് അയാളെ തൊട്ടില്ല. അത് അയാളുടെയും മുതലാളിയുടെയും ഇടയിൽ ഹൈവേയിൽ ആഞ്ഞടിച്ചു. ടാർ പൊളിഞ്ഞു. ആത്മാവിന് മുതലാളിയെയായിരുന്നു തടയേണ്ടിയിരുന്നത്, രാജനെയായിരുന്നില്ല. ഈ തക്കം രാജൻ മുതലാക്കി. വേദനിക്കുന്ന കാലും വലിച്ച് ഷർട്ടിലെ പെട്ടിയുമായി അയാൾ കറുത്ത ജീപ്പിനെ ലക്ഷ്യമാക്കി നിരങ്ങി. അത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഓട്ടമായിരുന്നു. അരുത്, നിൽക്കൂ. മുതലാളി രക്ഷാവലയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ മടിച്ചു.
ആ ഭീകരരൂപം അയാളെ തടയാനായി പടിപ്പുര പൊളിച്ച് മുന്നോട്ട് വരികയായിരുന്നു. രാജൻ ജീപ്പിന്റെ ഡോർ ഹാൻഡിലിൽ പിടിച്ചു. അത് ലോക്കായിരുന്നില്ല. അയാൾ ഡോർ വലിച്ചു തുറന്നു. അകത്തെ തണുത്ത AC-യുടെ കാറ്റ് അയാളുടെ പൊള്ളിയ മുഖത്തേക്ക് അടിച്ചു. അവൻ പിൻസീറ്റിലേക്ക് നോക്കി. അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. പക്ഷേ അത് ജീവനുള്ള ഒരു കുഞ്ഞായിരുന്നില്ല. പിൻസീറ്റിൽ കടും ചുവപ്പ് പട്ടിൽ പൊതിഞ്ഞ ഒരു ചെറിയ ഉണങ്ങി വരണ്ട ശരീരം, ഒരു മമ്മി. അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ ജഡമായിരുന്നു. അതിൻ്റെ വാ പിളർന്നിരുന്നു, കണ്ണുകൾ തുറിച്ച നിലയിൽ. അതിൻ്റെ ചെറിയ കൈകളിൽ ഉണങ്ങിയ മുല്ലപ്പൂമാല ചുറ്റിയിരുന്നു. രാജൻ ഭയന്ന് പിന്നോട്ട് വീണു. ഇതാണോ നിന്റെ മകൾ? അവൾ എൻ്റെ മകളല്ല. രാജൻ ഞെട്ടിത്തിരിഞ്ഞു. ആ ചുവന്ന സാരിയുടുത്ത ആത്മാവ്, കാവേരി, ഇപ്പോൾ അയാളുടെ തൊട്ടു മുന്നിൽ നിൽക്കുകയായിരുന്നു. അവൾ ആ സുരക്ഷാവലയം മുറിച്ചു കടന്നിരിക്കുന്നു. അവളുടെ മുഖത്തെ ആ നിസ്സഹായ ഭാവം മാറിയിരുന്നു. അവിടെ ഇപ്പോൾ ക്രൂരമായ വിശന്നു വലഞ്ഞ ഒരു ചിരിയായിരുന്നു. അവളുടെ രക്തം വാർന്ന കണ്ണുകൾ ആ മമ്മിയെയും രാജന്റെ കയ്യിലെ ചുവന്ന പെട്ടിയെയും മാറി മാറി നോക്കി. അവൾ എൻ്റെ മകളല്ല, ആത്മാവ് വീണ്ടും പറഞ്ഞു. അവളുടെ ശബ്ദം ഇപ്പോൾ 1000 പേർ ഒരുമിച്ച് സംസാരിക്കുന്നത് പോലെ മുഴങ്ങി. അവൾ എൻ്റെ വിശപ്പാണ്. രാജന്റെ രക്തം മരവിച്ചു. അയാൾക്കെല്ലാം മനസ്സിലായി. വഞ്ചകി! മുതലാളിയുടെ അലർച്ച ദൂരെ നിന്ന് കേട്ടു. ആ ഭീകരരൂപം മുതലാളിയെ ആക്രമിക്കുകയായിരുന്നു. മരച്ചില്ലകൾ അയാളുടെ രക്ഷാവലയം ഭേദിച്ച് അയാളെ വരിഞ്ഞു മുറുകാൻ ശ്രമിച്ചു. നിന്റെ മുതലാളിയുടെ മുതുമുത്തച്ഛന്മാർ അവരുടെ സമ്പത്തിനായി എനിക്ക് ബലി നൽകിയ ആദ്യത്തെ കുഞ്ഞാണത്. എൻ്റെ തറവാടിൻ്റെ മണ്ണിലലിഞ്ഞ എൻ്റെ ആദ്യത്തെ ഇര. അവളാണ് എൻ്റെ ശക്തി, എൻ്റെ വിശപ്പിൻ്റെ ആണിക്കല്ല്. കാവേരിയുടെ ആത്മാവ് ചിരിച്ചു. ആ ചിരിയിൽ ഹൈവേ വിറച്ചു. അവൾ രാജൻ്റെ നേരെ കൈനീട്ടി. നീ കൊണ്ടുവന്ന ചുവന്ന പെട്ടി അതെൻ്റെ താക്കോലല്ല. അത് എന്നെ ഈ തറവാടിൻ്റെ മരക്കഷ്ണങ്ങളിൽ തളച്ചിട്ട പൂട്ടാണ്. ആ മുതലാളി എന്നെ നശിപ്പിക്കുകയായിരുന്നില്ല, അവൻ എന്നെ മറ്റൊരിടത്തേക്ക് വിൽക്കുകയായിരുന്നു. ആ ആണിക്കല്ല് എന്നെ നിയന്ത്രിക്കാനും ഈ പെട്ടി എന്നെ തളച്ചിടാനും. ആത്മാവ് കുറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു. ആ പൂട്ടു തുറക്ക്. പെട്ടി തുറന്ന് എൻ്റെ ആദ്യത്തെ ഇരയെ എനിക്ക് തിരികെ തരൂ. ഞാൻ പൂർണ്ണയാകട്ടെ. ഈ മരത്തിൻ്റെ ജയിലിൽ നിന്ന് ഞാൻ സ്വതന്ത്രയാകട്ടെ. രാജൻ ഭയന്നു വിറച്ചു. മുതലാളിയും പിശാചാണ്, ഈ ആത്മാവും പിശാചാണ്. ഒരാൾ അടിമക്കച്ചവടക്കാരൻ, മറ്റൊരാൾ ആദിമമായ വിശപ്പ്. ഇപ്പോൾ രാജൻ്റെ കയ്യിലാണ് താക്കോലും പൂട്ടും. തൻ്റെ ഒരു തീരുമാനം മതി ഈ നരകത്തെ അഴിച്ചുവിടാൻ. നീ എന്താണ് നോക്കി നിൽക്കുന്നത്? മുതലാളി ഉറക്കെ ചോദിച്ചു. അയാൾ ആ മരക്കൂനയുടെ പിടിയിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുകയായിരുന്നു. അയാളുടെ കയ്യിലെത്തി അണഞ്ഞു തുടങ്ങിയിരുന്നു. വെള്ളിവടി നിലത്തേക്ക് വീണു. പെട്ടിയിങ്ങു താമർത്തിയ, കാവേരിയുടെ ആത്മാവ് ആജ്ഞാപിച്ചു. അതേ നിമിഷം ആ ഭീകരരൂപം ശ്രീകാവേശ്വരം മുതലാളിയെ വിട്ട് രാജന്റെ നേരെ തിരിഞ്ഞു. അതിൻ്റെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായും ആത്മാവിനായിരുന്നു. അതിൻ്റെ ഭീമൻ മരത്തൂണ് രാജന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു താണു. രാജൻ അവസാന നിമിഷം ഉരുണ്ടുമാറി. ആ തൂണ് ജീപ്പിന്റെ ബോണറ്റിൽ ഇടിച്ചു തകർന്നു. രാജൻ ഇപ്പോൾ നടുവിലാണ്. ഒരു വശത്ത് തന്നെ കൊല്ലാൻ നിൽക്കുന്ന മരരാക്ഷസൻ, മറുവശത്ത് തന്നെ കാത്തിരിക്കുന്ന പ്രേതാത്മാവ്, കുറച്ചകലെ നിസ്സഹായനായി ഇഴയുന്ന മുതലാളി. എല്ലാവർക്കും വേണ്ടത് ആ ചുവന്ന പെട്ടിയാണ്. രാജന്റെ കൈ അതിൽ മുറുകി. അയാളുടെ കണ്ണുകൾ തൻ്റെ തകർന്ന ലോറിയിലേക്ക് പാഞ്ഞു. അതിനടിയിൽ നിന്ന് ഡീസൽ ഒരു കുളം പോലെ റോഡിലേക്ക് ഒഴുകി പരന്നിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ അത് ആവിയായി തുടങ്ങിയിരുന്നു. നിങ്ങൾക്കിത് വേണോ? രാജൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. കാവേരിക്കും വേണം, മുതലാളിക്കും വേണമല്ലേ? അയാളുടെ മനസ്സിൽ തൻ്റെ മകളുടെ മുഖം തെളിഞ്ഞു വന്നു. ഇനി താൻ വീട്ടിലേക്ക് പോകില്ലായിരിക്കാം, പക്ഷേ ഈ ചെകുത്താന്മാരെയും താൻ വെറുതെ വിടില്ല. എങ്കിലിന്നാ പിടിച്ചോ. രാജൻ ആത്മാവിന് നേരെ പെട്ടി വലിച്ചെറിയുമെന്ന് മുതലാളി കരുതി. പക്ഷെ രാജൻ തൻ്റെ സർവ്വശക്തിയുമെടുത്ത് ആ ചുവന്ന ചന്ദനപ്പെട്ടി, ആ പൂട്ട് റോഡിലൂടെ ഒഴുകിയ ആ ഡീസൽ കുളത്തിലേക്ക്, തൻ്റെ ലോറിക്കടിയിലേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടി ഡീസലിൽ മുങ്ങി. ഇല്ല, അരുത്! കാവേരിയുടെ ആത്മാവും മുതലാളിയും ഒരേ സ്വരത്തിൽ അലറി. അതൊരു അവിശ്വസനീയമായ നിമിഷമായിരുന്നു. ആത്മാവ് ഭ്രാന്തമായി ചിതറി ആ പെട്ടിയെടുക്കാൻ ഡീസൽ കുളത്തിന് മുകളിലൂടെ പാഞ്ഞു. മുതലാളി തൻ്റെ പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ രാജന്റെ കണ്ണിൽ മറ്റൊന്നാണ് പെട്ടത്. മുതലാളിയുടെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ആ വെള്ളി വടി. അതിൽ ആണിക്കല്ല് മാത്രമല്ല ഉണ്ടായിരുന്നത്. അയാൾ നേരത്തെ കത്തിക്കാൻ ഉപയോഗിച്ച എന്തോ എണ്ണയുടെ മണം അതിനുണ്ടായിരുന്നു. ആ മരക്കൂന വീണ്ടും രാജന്റെ നേരെ കൈ ഉയർത്തി. രാജൻ തൻ്റെ തകർന്ന കാലിൻ്റെ വേദന മറന്നു. അയാൾ നിലത്ത് കിടന്ന ആ വെള്ളിവടിയിലേക്ക് ചാടി വീണു. അതെടുത്ത് രാജൻ ആ ഭീകരരൂപത്തെ നോക്കി.
ഇതെൻ്റെ ഇന്നത്തെ ഡെലിവറിയുടെ ബോണസാണ്. അയാൾ ആ ലോഹവടിയുടെ അറ്റം, ആ നീല ആണിക്കല്ല്, സർവശക്തിയുമെടുത്ത് തൻ്റെ ലോറിയുടെ തകർന്ന ലോഹബോഡിയിൽ ആഞ്ഞടിച്ചു. 1 തവണ, 2 തവണ. ലോഹത്തിൽ വെള്ളി ഉരഞ്ഞു. ഒരു തീപ്പൊരി, ഒരു ചെറിയൊരു തീപ്പൊരി. ഒരൊറ്റ നിമിഷം ആ തീപ്പൊരി ഡീസലാവിയിൽ പിടിച്ചു. പിന്നെ ഹൈവേ നരകമായി മാറി. ഒരു കൂറ്റൻ ശബ്ദത്തോടെ ഡീസൽ കുളം കത്തിയമർന്നു. ഒരു തീഗോളം ആകാശത്തേക്ക് ഉയർന്നു. തകർന്ന ലോറി ഒരു ഭീമൻ ചിതയായി ആളിക്കത്തി. ആ തീഗോളത്തിൻ്റെ നടുവിൽ ആ ചുവന്ന ചന്ദനപ്പെട്ടി പെട്ടു. അതിൻ്റെ കൂടെ അതെടുക്കാൻ ശ്രമിച്ച കാവേരിയുടെ ആത്മാവും. ആ സമയം ഒരു ശബ്ദമുയർന്നു. അതൊരു നിലവിളിയായിരുന്നില്ല, ഒരു യുഗത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന അലർച്ചയായിരുന്നു. തീ ആ ആത്മാവിനെ പൊതിഞ്ഞു. ആത്മാവിൻ്റെ രൂപം തീയിലുരുകി അപ്രത്യക്ഷമായി. തീ അവിടം കൊണ്ട് നിന്നില്ല. അത് ശ്രീകാവേശ്വരം എന്ന ആ മരക്കൂനയിലേക്ക് പടർന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉണങ്ങിയ തടി അതൊരു പന്തം പോലെ ആളിക്കത്തി. മരക്കഷ്ണങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ആയിരക്കണക്കിന് ആത്മാക്കൾ ഒരേ സമയം നിലവിളിക്കുന്നത് പോലെ തോന്നി. ആ ഭീകരരൂപം തീയിൽ പൊളഞ്ഞു. അത് റോഡിൽ കിടന്ന് കത്തിച്ചാമ്പലായി. മുതലാളി അവിശ്വസനീയതയോടെ അത് നോക്കി നിൽക്കുകയായിരുന്നു. അയാളുടെ വസ്ത്രത്തിലും തീ പിടിച്ചു. അയാൾ അലറിക്കൊണ്ട് റോഡിൽ കിടന്നുരുണ്ടു. രാജൻ ആ വെള്ളി വടി വലിച്ചെറിഞ്ഞ് അവസാനത്തെ ശക്തിയുമെടുത്ത് കാനയിലേക്ക് തിരികെ ഉരുണ്ടു. തീയുടെ അതിശക്തമായ ചൂട് അയാളുടെ പുറം പൊള്ളിച്ചു. അയാൾ കാനയിലെ ഉണങ്ങിയ ഇലകൾക്കിടയിൽ മലർന്നു കിടന്നു. അയാളുടെ ശരീരം തകർന്നിരുന്നു. കാല് നുറുങ്ങിയിരുന്നു. കൈകൾ പൊള്ളി അടർന്നിരുന്നു. പക്ഷേ അയാൾ ശ്വസിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കൺമുന്നിൽ ആ ഹൈവേയിൽ എല്ലാം എരിഞ്ഞടങ്ങുകയായിരുന്നു. ആ ഭീമൻ തറവാട് ഇപ്പോൾ ഒരു പിടിച്ചാരം മാത്രം. മുതലാളി കരിഞ്ഞ ഒരു പുകരൂപമായി റോഡിൽ നിശ്ചലനായി. എല്ലാം നിശബ്ദമായി. തീയുടെ ഇരമ്പൽ മാത്രം. രാജൻ്റെ നോട്ടം ആ കറുത്ത ജീപ്പിലേക്ക് പോയി. തീ അതിനെ സ്പർശിച്ചിരുന്നില്ല. അതിൻ്റെ പിൻസീറ്റിലെ വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. അയാൾ നോക്കി നിൽക്കെ ആ പട്ടിൽ പൊതിഞ്ഞ ഉണങ്ങിയ കുഞ്ഞിൻ്റെ ശരീരം അത് പതുക്കെ പൊടിയായി ചിതറിപ്പോകാൻ തുടങ്ങി. കാറ്റില്ലാതെ തന്നെ അത് പൊടിഞ്ഞു പൊടിഞ്ഞ് അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതായി. കാവേരിയുടെ ആത്മാവില്ലാതായപ്പോൾ അവളുടെ വിശപ്പിൻ്റെ ആണിക്കല്ലും നശിച്ചു. പകൽ വെളിച്ചം, ഉച്ചസൂര്യൻ, ഹൈവേയിൽ കരിഞ്ഞ മാംസത്തിൻ്റെയും കത്തിയ മരത്തിൻ്റെയും ഗന്ധം. ദൂരെ, വളരെ ദൂരെ ഒരു പോലീസ് സൈറൺ മുഴങ്ങുന്നത് രാജൻ കേട്ടു. അയാൾ കണ്ണുകൾ അടച്ചു. ചൂട്, വല്ലാത്ത ചൂട്. പക്ഷെ കണ്ടെയ്നറിനുള്ളിലെ ആ ഭീകരമായ തണുപ്പ് പോയിരുന്നു. തൻ്റെ വണ്ടിയിൽ കയറ്റിയ ഭാരം അതൊഴിഞ്ഞിരിക്കുന്നു. രാജൻ ചിരിക്കാൻ ശ്രമിച്ചു. ഡെലിവറി പൂർത്തിയാക്കിയിരിക്കുന്നു. ശ്രീകാവേശ്വരം അതിൻ്റെ അവസാനത്തെ യാത്രാസ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, നരകത്തിലേക്ക്. ബോധം മറയുമ്പോൾ അയാളുടെ ചുണ്ടിൽ ഒരു വാക്ക് മാത്രം തങ്ങി നിന്നു: ഗണപതിയേ.